Are you a CMAUSA student or someone looking for a CMAUSA certification? Still confused about IMA membership, right? So നമ്മുടെ IMAയിൽ മെയിൻലി 4 രീതിയിലുള്ള മെമ്പർഷിപ്പുകൾ അവൈലബിൾ ആണ്. സ്റ്റുഡന്റ് മെമ്പർഷിപ്പ്, പ്രൊഫഷണൽ മെമ്പർഷിപ്പ്, അക്കാഡമിക് മെമ്പർഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ്. ആൻഡ് ആസ് എ CMAUSA കാൻഡിഡേറ്റ് നിങ്ങൾ ഇപ്പോൾ അവെയർ ആയിരിക്കേണ്ടത് സ്റ്റുഡന്റ് മെമ്പർഷിപ്പിനെ പറ്റിയും പ്രൊഫഷണൽ മെമ്പർഷിപ്പിനെ പറ്റിയുമാണ്. ബാക്കിയുള്ള 2 മെമ്പർഷിപ്പുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നൗ വാട്ട് ഈസ് സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ആൻഡ് ഹു ഈസ് എലിജിബിൾ ഫോർ സ്റ്റുഡന്റ് മെമ്പർഷിപ്പ്? IMAയുടെ റൂൾ പ്രകാരം നിങ്ങൾ ഒരു സ്റ്റുഡന്റ് മെമ്പർഷിപ്പിന് എലിജിബിൾ ആകണമെങ്കിൽ ഒരു അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ഓർ കോളേജിലെ ഫുൾ ടൈം സ്റ്റുഡന്റ് ആയിരിക്കണം. ഇനി നിങ്ങൾ ഒരു ഡിസ്റ്റന്റ് അല്ലെങ്കിൽ ഓൺലൈൻ മോഡ് ഓഫ് സ്റ്റഡി ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു ഏജ് ക്രൈറ്റീരിയ സ്റ്റുഡന്റ് മെമ്പർഷിപ്പിനായിട്ട് IMA പറയുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ ഒരു ഡിഗ്രി ഓൺലൈൻ ആയിട്ടോ ഡിസ്റ്റന്റ് ആയിട്ടോ ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഒരു സ്റ്റുഡന്റ് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ഓർ ബിലോ ആയിരിക്കണം. ഇനി ഒരു PG ആണ് നിങ്ങൾ സ്റ്റുഡന്റ് മെമ്പർഷിപ്പിനായിട്ട് ഡിസ്റ്റന്റോ ഓൺലൈൻ മോഡോ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 23 ഇയേഴ്സ് ഓർ ബിലോ ആയിരിക്കണം. കറന്റ് ഇയറിൽ +2 ഡിഗ്രിയോ കംപ്ലീറ്റ് ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ സ്റ്റുഡന്റ് മെമ്പർഷിപ്പിന് മറ്റൊരു ക്രൈറ്റീരിയ കൂടി അവൈലബിൾ ആണ്. നിങ്ങൾ IMAയുടെ ഒരു അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡർ ത്രൂ ആണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്കിൽ IMA പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾ അപ്രൂവ്ഡ് പാർട്ണേഴ്സ് ത്രൂ എടുക്കുന്ന മെമ്പർഷിപ്പുകൾക്ക് സ്റ്റുഡന്റ് മെമ്പർഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നൗ വാട്ട് ഈസ് പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ആൻഡ് ഹു ഈസ് എലിജിബിൾ ഫോർ പ്രൊഫഷണൽ മെമ്പർഷിപ്പ്? സ്റ്റുഡന്റ് മെമ്പർഷിപ്പിന്റെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്ത ഏതൊരു കാൻഡിഡേറ്റും പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് ഇവിടെ IMA നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ എന്നൊരു കോൺസെപ്റ്റിലാണ്. ഇനി എന്താണ് സ്റ്റുഡന്റ് മെമ്പർഷിപ്പും പ്രൊഫഷണൽ മെമ്പർഷിപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആസ് കമ്പയർഡ് ടു പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ഫീസിൽ നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ബട്ട് ഇപ്പോഴും ഈ മെമ്പർഷിപ്പുകളെ പറ്റി നമ്മുടെ മാർക്കറ്റിൽ പല രീതിയിലുള്ള മിസ്ലീഡിംഗ് ഇൻഫർമേഷൻസ് സ്പ്രെഡ് ആവുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMA എന്ന് പറയുന്ന ഗ്ലോബൽ ബോഡി അവരുടെ എല്ലാ അപ്രൂവ്ഡ് കോഴ്സ് പ്രൊവൈഡേഴ്സിനും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക. അവർ ഒരിക്കലും 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അല്ലെങ്കിൽ കോഴ്സ് പ്രൊവൈഡേഴ്സിന് മാത്രമായിട്ട് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. ആൻഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, IMAയിൽ നിങ്ങൾ ഏതൊരു കൺട്രിയിൽ നിന്നാണോ ഫീസ് അടയ്ക്കുന്നത് ആ രാജ്യത്തുള്ള ടാക്സും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടാവണം. കരിയർ ഈസ് യുവേഴ്സ്, ഡോണ്ട് സ്പോയിൽ ഇറ്റ്. ഇറ്റ്സ് സിമ്പിൾ ലോജിക്.